നമസ്കാരം. ഹണ്ടർ ന്യൂസിലേക്കാണ് പ്രധാന വാർത്തകൾ ആദ്യം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം രാഷ്ട്രീയായുധമാക്കി പി വി അൻവർ എം.എൽ.എ. ഒരു സമുദായത്തിന് മേൽ സ്വർണ്ണക്കടത്ത് അടിച്ചേൽപ്പിക്കുന്നുവെന്ന ആരോപണം. മുഖ്യമന്ത്രി RSSുമായി ചേർന്നെന്ന വിമർശനം. അൻവറിന്റെ മറുപടി: മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെന്ന ദ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് BJP പ്രീണിപ്പിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് മുസ്ലിം ലീഗ്. സംസ്ഥാനത്ത് കള്ളക്കടത്ത് സംഘങ്ങൾ അഴിഞ്ഞാടിയത് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രി നടത്തുന്നത് അഭിസാരികയുടെ ചരിത്ര പ്രസംഗം. കള്ളക്കടത്തുകാരെ സഹായിച്ച ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും വിമർശനം. കോഴിക്കോട് മാമി തിരോധാന കേസ് അന്വേഷണം അട്ടിമറിച്ചെന്ന് PV അൻവർ. ADGP MR അജിത് കുമാറിന് മേൽ പരുന്തും പറക്കില്ലെന്ന് വിമർശനം. മുഖ്യമന്ത്രി ക്രിമിനലുകളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും PV അൻവർ. നാളെ അരീക്കോടും മറ്റന്നാൾ മഞ്ചേരിയിലും നിശ്ചയിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ മാറ്റിവെച്ചെന്ന് PV അൻവർ. PV അൻവർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നിസ്കരിക്കാൻ പാടില്ലെന്ന് അൻവറിനോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദ്യം. മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനാണ് നീക്കം. ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് PV അൻവറിന്റെ ശ്രമമെന്നും AK ബാലൻ. മുഖ്യമന്ത്രിക്കെതിരായ പരസ്യയുദ്ധത്തിനിടെ PV അൻവറിനുമേൽ കുരുക്കുമുറുകുന്നു. കക്കാടംപൊയിൽ പാർക്കിലെ അനധികൃത നിർമ്മാണങ്ങൾ ഉടൻ പൊളിക്കും. വീണ്ടും ടെൻഡർ വിളിച്ച് CPIM ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്ത്. നടപടികൾ വേഗത്തിലാക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് വന്ന 8 മാസത്തിന് ശേഷം. പ്രതികാര നടപടിയെ നിയമപരമായി നേരിടുമെന്ന് PV അൻവർ. അൻവറിന്റെ UDF പ്രവേശന ചർച്ചയിൽ ഇതാദ്യമായി പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിന്റെ മുന്നണി പ്രവേശന സാധ്യത VD സതീശൻ തള്ളിയില്ല. ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലെന്നും ആവശ്യമായ സമയത്ത് ചർച്ച നടത്തുമെന്നും VD സതീശൻ. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കും എന്നതിന്റെ തെളിവാണ് PV അൻവറിനെതിരെയുള്ള കേസും തടയണ പൊളിക്കലുമെന്ന് രമേശ് ചെന്നിത്തല. ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു. അൻവർ എന്ന വ്യക്തിയല്ല, ഉയർത്തിയ ആരോപണങ്ങളാണ് പ്രധാനമെന്നും രമേശ് ചെന്നിത്തല. LDFിൽ പ്രതിസന്ധിയില്ലെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ. PV അൻവർ ചില വിഷയങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രം. ADGPയെ മാറ്റി നിർത്തണം എന്ന് RJD നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പൂരം കലക്കൽ ആസൂത്രിതമെന്നും MV ശ്രേയാംസ്കുമാർ. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാർ DGPക്ക് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ 24-ന്. ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കള്ളക്കടത്ത് സംഘത്തിനും പങ്കെന്ന് ADGP. RSS നേതാക്കളെ കണ്ടത് 5 മിനിറ്റ് മാത്രമെന്നും MR അജിത് കുമാർ. മൊഴിയെടുപ്പ് നീണ്ടത് 8 മണിക്കൂർ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കണം എന്ന നിർദ്ദേശം. ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ്. ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. സിദ്ദിഖ് കേസിൽ സർക്കാർ ആദ്യം മുതൽ ഒളിച്ചു കളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകൾ മാറ്റി ഇഷ്ടക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത് എന്നും VD സതീശൻ. സംവിധായകൻ ബാലചന്ദ്ര മേനോനും നടൻ ജാഫർ ഇടുക്കിക്കുമെതിരെ ലൈംഗിക അതിക്രമ പരാതി. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി ആലുവ സ്വദേശിയായ നടി. ദ ഇങ്ങോട്ട് നോക്കിയ സിനിമയുടെ ചിത്രീകരണ സമയത്ത് ബാലചന്ദ്ര മേനോൻ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ മൊഴി. 2018 പ്രളയത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞിട്ടും ദുരിതാശ്വാസ ധനസഹായം കിട്ടാതെ നിരവധി പേർ. തൃശൂരിൽ മാത്രം 127 പേർക്ക് സഹായം കിട്ടിയിട്ടില്ല എന്ന വിവരാവകാശ രേഖ. മറ്റ് ജില്ലകളിലെ കണക്കുകൾ അവ്യക്തം. കോഴിക്കോട്ട് രോഗി മരിച്ചത് വ്യാജ ഡോക്ടറുടെ ചികിത്സയെ തുടർന്നെന്ന ആരോപണം. മരിച്ചത് പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാർ. ആരോപണം കോട്ടക്കടവ് TMH ആശുപത്രിയിലെ RMO അബു അബ്രഹാമിനെതിരെ. ആരോപണ വിധേയനെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ്. ആശുപത്രിക്കെതിരെ നടപടി വേണമെന്ന് കുടുംബം. ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രി K. രാജനെതിരെ കോൺഗ്രസ്. ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം മന്ത്രിയുടെ അറിവോടെയെന്ന് KPCC സെക്രട്ടറി MN ഗോപി. വിവാദ കയ്യേറ്റ ഭൂമി സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കയ്യേറ്റത്തിൽ യാതൊരു പങ്കുമില്ലെന്നും കയ്യേറ്റക്കാരനെയോ കയ്യേറ്റ ഭൂമി സംബന്ധിച്ചോ അറിയില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ജാമ്യം അനുവദിക്കരുത് എന്ന പ്രോസിക്യൂഷൻ വാദം തള്ളിയാണ് കോടതിയുടെ ഉത്തരവ്.
തിരുവനന്തപുരം SAT ആശുപത്രിയിലെ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടതിൽ ഗുരുതര വീഴ്ച. വൈദ്യുതി ഉപകരണങ്ങൾ ക്ലാവ് പിടിച്ച നിലയിൽ, വീഴ്ചയില്ലെന്ന് KSEB. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ലോകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊപ്പം 24 വാർത്താ സംഘവും. ഐക്യരാഷ്ട്രസഭാ നടപടികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അക്രഡിറ്റേഷൻ 24 ലഭിച്ചു. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നിന്ന് വാർത്തകൾ ഇനി മുതൽ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ 3 ഹനുമാൻ കുരങ്ങുകളെ തിരികെ എത്തിക്കാനായില്ല. കുരങ്ങുകൾ തിരിച്ചെത്തിയില്ലെങ്കിൽ നാളെ മൃഗശാലയിൽ സന്ദർശകരെ അനുവദിക്കില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്തും അധികൃതരെ വട്ടം കറക്കി കുരങ്ങ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ അന്തിമ തീരുമാനം നീളുന്നു. സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് കാരണം. 1.05 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളാനായിരുന്നു തീരുമാനം. ബോഗൻവില്ല സിനിമയിലെ ഗാനത്തിനെതിരെ പരാതിയുമായി സീറോ മലബാർ സഭ അൽമായ ഫോറം. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനം ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ വികലമാക്കുന്നത് എന്ന ആരോപണം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് പരാതി നൽകി. ഗാനം സെൻസർ ചെയ്യണമെന്ന ആവശ്യം. മസ്തിഷ്ക ജ്വരം സംശയിക്കുന്നവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരവും പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ സംസ്ഥാനത്തെ കൂടുതലായി സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കാട്ടുപന്നി ആക്രമണം തടയുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മെല്ലെപ്പോക്കിന്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധി. കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതിയുണ്ടെങ്കിലും ഇതിനായി പ്രത്യേക ഫണ്ട് അനുവദിച്ചില്ല. വെടിവെക്കുന്നതിനുള്ള വിദഗ്ധരുടെ അഭാവവും പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. കണ്ണൂരിൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരെ CPIM പുറത്താക്കി. തളിപ്പറമ്പ് മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി C. രമേശൻ, മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി P. അനീഷ് എന്നിവർക്കെതിരെയാണ് നടപടി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചതിന് ഇരുവർക്കുമെതിരെ കേസ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല്. 10ഓളം വിദ്യാർത്ഥികളാണ് തമ്മിൽ തല്ലിയത്. കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കോട്ടയത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ശ്യാംകുമാർ മരിച്ച സംഭവത്തിൽ പരാതിയുമായി ബന്ധുക്കൾ. അമിത ജോലിഭാരം ആത്മഹത്യയിലേക്ക് നയിച്ചതാകാമെന്ന് ബന്ധുക്കളുടെ ആരോപണം. കോഴിക്കോട് എയർ ഇന്ത്യ ഓഫീസ് ഉപരോധ കേസിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് CGM കോടതിയിൽ ഹാജരായി. കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിനായിട്ടാണ് ഇന്ന് ഹാജരായത്. 2010 നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റപത്രം നൽകിയിരുന്നു. മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. എറണാകുളം മെഡിക്കൽ കോളേജിൽ നടന്ന ഹിയറിംഗിൽ അപാകതകൾ ഉണ്ടെന്ന് നിരീക്ഷണം. വ്യാഴാഴ്ച വരെ തുടർ നടപടികൾ പാടില്ലെന്നും ഉത്തരവ്. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ കൊടിയിൽ ഇടപെടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊടിയിൽ ആനയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് BSP പരാതി നൽകിയിരുന്നു. പാർട്ടിയുടെ കൊടിക്ക് അംഗീകാരം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെന്ന് മറുപടി. എറണാകുളം കരകുറ്റിയ ശിശുഭവനിൽ RS വൈറസ്. 4 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. കുഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. തിരുവനന്തപുരം എറണാകുളം റൂട്ടിലെ യാത്രാക്ലേശത്തിൽ ഇടപെട്ട റെയിൽവേ. കൊല്ലം എറണാകുളം സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കും. പുനലൂർ എറണാകുളം മെമുവും അനുവദിക്കും. കൂടുതൽ ട്രെയിനുകൾ ഓടിക്കുന്ന കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനം. പോക്സോ കേസിൽ മോൺസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. കേസിലെ 1-ാം പ്രതി ജോഷിക്ക് 13.5 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും. പെരുമ്പാവൂരിലെ അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കോഴിക്കോട് വടകര നാദാപുരം ദേശീയപാതയിൽ ഇന്ന് രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് യുവാവ് മരിച്ചു. കൊയിലാണ്ടി സ്വദേശി സിനാൻ ആണ് മരിച്ചത്. കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞായിരുന്നു അപകടം. കാൺപൂർ ടെസ്റ്റിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി ബംഗ്ലാദേശിനെതിരെ ലീഡെടുത്ത ടീം ഇന്ത്യ. സന്ദർശകരെ 233 എറിഞ്ഞിട്ട് 34 പോയിന്റ് 4 ഓവറിൽ അടിച്ചെടുത്തത് 285 റൺസ്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന യുവാക്കളിൽ ഒരാൾക്ക് പരുക്ക്. കാർട്ടൂണിസ്റ്റ് സുകുമാർ അനുസ്മരണവും പുസ്തക പ്രകാശനവും തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്നു. കാർട്ടൂണിസ്റ്റ് രവിശങ്കർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. മലപ്പുറത്ത് തെങ്ങിൽ നിന്ന് വീണ ഒരാൾ മരിച്ചു. മഞ്ചേരി കാരപ്പറമ്പ് സ്വദേശി അലിയാണ് മരിച്ചത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി. വയനാട് ദാസനക്കരയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞു. കുന്നമംഗലം താമരക്കുളം വീട്ടിൽ രാജേഷിന്റെ പറമ്പിലാണ് സംഭവം. തെങ്ങ് മറിച്ചിടുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു. പാലക്കാട് കൊന്നക്കൽ കടവ് മിനി പവർ ഹൗസിന് സമീപം യുവാവ് മുങ്ങി മരിച്ചു. കിഴക്കഞ്ചേരി കാരപ്പടം സ്വദേശി മനോജാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് മനോജ് അപകടത്തിൽപ്പെട്ടത്.
മുഹമ്മദ് റാഫിയുടെ 44-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കൊച്ചിൻ മ്യൂസിക് ലാബ് യാദോമെ റാഫി സാബ് എന്ന സംഗീത സന്ധ്യ നടത്തി. ധ്വനി കൊച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഗായകരായ സലീം കൊച്ചി, ലക്ഷ്മണൻ, മെഹത്താബ് അസീം, സാദിഖ് അലി, ഫാത്തിമ ഫിറോസ്, വില്യംസ് എന്നിവർ മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ ആലപിച്ചു. മലപ്പുറം മഞ്ചേരി ചെങ്ങരയിൽ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. തൃശൂർ സ്വദേശി പ്രദീപ് PS ആണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊച്ചിൻ ടെക്നോപോളിസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പൂവിളി സീസൺ 5 കളമശ്ശേരി സമ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുന്ദര വടിവേലു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ N ജഹാംഗീറിന് റോട്ടറി വൊക്കേഷണൽ അവാർഡ് സമ്മാനിച്ചു. എവറോളിംഗ് ട്രോഫി റോട്ടറി കൊച്ചിൻ റോയൽസ് കരസ്ഥമാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്ന് എത്തിച്ച 4.5 കിലോ കഞ്ചാവാണ് കസ്റ്റംസ് പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശി വൈശാഖ് മോഹൻ അറസ്റ്റിൽ. പ്രധാന അറിയിപ്പുകൾ. കോട്ടയം ചിങ്ങവനം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള വടക്കേക്കര റെയിൽവേ ഗേറ്റ് നാളെ വരെ അടച്ചിടും. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ടാണ് നടപടി. കാസർഗോഡ് രാജപുരം തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാച്ചുറൽ സയൻസ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഒക്ടോബർ 3 രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ നടക്കും. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഒക്ടോബർ 10 രാവിലെ 10:30 ക്യാമ്പ് സെറ്റിംഗ് നടത്തും. പരാതികൾ സ്വീകരിക്കും. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വ്യാഴാഴ്ച രാവിലെ 10 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപയോക്താക്കൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി. വനിതാ ശിശുവികസന വകുപ്പ് വനിതാരത്ന പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 10 തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിൽ അപേക്ഷ നൽകണം. സാമൂഹ്യ സേവനം, കായികരംഗം, കലാരംഗം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് അപേക്ഷിക്കാം. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മിഥുൻ ചക്രവർത്തിക്ക്. പുരസ്കാരം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഒക്ടോബർ 8 നടക്കുന്ന 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മിഥുൻ ചക്രവർത്തി പുരസ്കാരം ഏറ്റുവാങ്ങും. മൂഡ ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സിദ്ധരാമയ്യെ കൂടാതെ ഭാര്യ പാർവതി, ഭാര്യ സഹോദരൻ എന്നിവർക്കെതിരെയാണ് നടപടി. ബീഹാറിൽ പലയിടത്തും പ്രളയസമാന സാഹചര്യം. കോസി നദിയിലെ ജലനിരപ്പ് ഉയർന്നു. സംസ്ഥാനത്തെ വടക്കിഴക്കൻ ജില്ലകൾ വെള്ളത്തിനടിയിൽ. പശ്ചിമ ബംഗാളിലെ സാഗർ ദത്ത മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിന് മർദ്ദനം. മരിച്ച രോഗിയുടെ ബന്ധുക്കളാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം. മണിപ്പൂരിൽ തട്ടിക്കൊണ്ടുപോയ മെയ്തി യുവാക്കളെ വിട്ടയക്കാൻ ഉപാധികൾ വെച്ച് കുക്കി വിഭാഗം. ഇംഫാലിലെ ജയിലിൽ കഴിയുന്ന 15 കുക്കി തടവുകാരെ ചുരാചന്ദ്പൂരിലേക്ക് മാറ്റണമെന്ന ആവശ്യം. നിലവിൽ NIA കസ്റ്റഡിയിലുള്ള കുക്കി നേതാവിനെ മോചിപ്പിക്കണമെന്നും ആവശ്യം. പ്രസംഗത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. കശ്മീരിലെ കത്വിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ഖാർഗെയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യ. കശ്മീർ പ്രശ്നം വീണ്ടും ചർച്ചയാക്കാനുള്ള പാക് ശ്രമം പരാജയപ്പെട്ടു. പാക് അതിർത്തിയിലും ചൈനീസ് അതിർത്തിയിലും മഞ്ഞുകാലത്ത് സേനാവിന്യാസം നിലനിർത്താൻ ഇന്ത്യ. ഡൽഹിയിലെ റോഡുകളുടെ അവസ്ഥ നേരിട്ടെത്തി പരിശോധിച്ച് മുഖ്യമന്ത്രി അതിഷി. സർക്കാരിന്റെ റോഡ് അസസ്മെന്റ് ആൻഡ് റിപ്പയർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപടി. മന്ത്രി സൗരഭ് ഭരദ്വാജും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും പരിശോധനയുടെ ഭാഗമായി. തെലങ്കാന സിദ്ദിപേട്ട് ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. പ്രതിയുടെ വീട് തകർത്ത് തീയിട്ട് നാട്ടുകാർ. 20കാരനായ പ്രതി അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂരിൽ ഭീതി പടർത്തിയ കടുവയെ പിടികൂടി വനംവകുപ്പ്. ജനവാസ മേഖലയിൽ കടുവാശല്യം രൂക്ഷമായിരുന്നു എന്ന് നാട്ടുകാർ. വന്യജീവികളെ കണ്ടാൽ ഉടൻ വിവരം അറിയിക്കണമെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന കസ്റ്റഡിയിൽ എടുത്തതിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം. കടലിൽ പോകാൻ അനുമതി ഉണ്ടായിട്ടും ബോട്ടുകൾ പിടിച്ചെടുത്തെന്ന് പ്രതിഷേധക്കാർ. 17 മത്സ്യത്തൊഴിലാളികളെയും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ.
സമുദ്രാതിർത്തികളിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്തു കൂട്ടാൻ തയ്യാറായി കാൽവരി ക്ലാസിലെ 6ാമത്തെയും അവസാനത്തെയും അന്തർവാഹിനി വാക്ഷീർ. അന്തർവാഹിനി ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. പ്രൊജക്ട് 75 എന്ന പേരിൽ 23,562 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിക്ക് കീഴിലാണ് വാക്ഷീർ നിർമ്മിച്ചത്. തിരുപ്പതി ലഡു വിവാദ കേസിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് സുപ്രീം കോടതിയുടെ വിമർശനം. ലഡുവിൽ മായം ചേർത്തെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പരിശോധിച്ച നെയ്യുടെ സാമ്പിൾ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചന്ദ്രബാബു നായിഡു ആരോപണം ഉന്നയിച്ചത് എന്ന് സുപ്രീം കോടതി. രാജ്യാന്തര വാർത്തകൾ. അമേരിക്കയിൽ സംഹാര താണ്ഡവമാടി ഹെലി ചുഴലിക്കാറ്റ്. കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും മരണം 93ആയി. 200ഓളം പേരെ കാണാതായി. ജോർജിയ, ഫ്ലോറിഡ, സൗത്ത് കരോലിന, വെർജീനിയ സ്റ്റേറ്റുകളിൽ കനത്ത നാശം. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രസിഡന്റ് ജോ ബൈഡൻ. നേപ്പാളിൽ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 170ആയി. ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് കാഠ്മണ്ഡു താഴ്വരയിൽ. 322 വീടുകളും 16 പാലങ്ങളും തകർന്നു. 4000ഓളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ലെബനനിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളെ അപലപിച്ച് സൗദി അറേബ്യ. രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. വത്തിക്കാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാകാൻ തയ്യാറെടുത്ത് ബെക്താഷി. വടക്കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ അൽബേനിയയിലാണ് കുഞ്ഞൻ രാജ്യം പിറവിയെടുക്കാൻ പോകുന്നത്. വത്തിക്കാൻ മാതൃകയിൽ മത നേതാവാകും ഭരണം നടത്തുക. പശ്ചിമേഷ്യ സംഘർഷം വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. ഉടൻ വെടിനിർത്തൽ ഉണ്ടാകണം. ലെബനനിലെ സംഘർഷ വാർത്തകൾ വലിയ വേദനയോടെയും ഉത്കണ്ഠയോടെയുമാണ് കേൾക്കുന്നത് എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ. സ്പെയിനിൽ ഹെലികോപ്റ്റർ തകർന്ന് 3 പേർ മരിച്ചു. അപകടം ഹെലികോപ്റ്റർ വൈദ്യുതി ലൈനിൽ ഇടിച്ച്. സംഭവം പുക്കോൾ പട്ടണത്തിന് സമീപം. തായ്വാൻ അതിർത്തിയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് ചൈന. 9 ചൈനീസ് സൈനിക വിമാനങ്ങളും 4 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ബംഗ്ലാദേശിൽ ഡെങ്കിപ്പനി ബാധിതർ കൂടുന്നു. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 1221 പേർക്ക്. മരണം 158ആയി. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 29,000 കടന്നു. ഇന്തോനേഷ്യയിലെ വടക്കൻ സുലവേസിയിൽ ഭൂചലനം. 5.2 തീവ്രത. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 56,640 രൂപയായി. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 7,080 രൂപയായി. അമേരിക്ക വീണ്ടും പലിശ കുറച്ചേക്കുമെന്ന സൂചനകളും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ അയവ് വരുത്താത്തതും ഇടവേളയ്ക്ക് ശേഷം വില വീണ്ടും കൂട്ടാൻ ഇടയാക്കുമെന്ന് വിദഗ്ധർ. റിയൽ എസ്റ്റേറ്റ് രംഗത്തും സാന്നിധ്യം ശക്തമാക്കാൻ ഒരുങ്ങി അദാനി ഗ്രൂപ്പ്. UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന AMR ഗ്രൂപ്പിന്റെ ഇന്ത്യൻ ബിസിനസ്സിൽ ഓഹരി പങ്കാളിത്തം നേടിയേക്കും. ഏറ്റെടുക്കലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ സിസ്കോ ചെന്നൈയിൽ പുതിയ പ്ലാന്റ് തുറന്നു. ലക്ഷ്യമിടുന്നത് 11,000 കോടി രൂപയുടെ വാർഷിക വരുമാനം. ശ്രീപെരുമ്പത്തൂരിലാണ് പുതിയ പ്ലാന്റ്. കായിക വാർത്തകൾ. പരിശീലകൻ കാർലസ് കൊട്രാറ്റിനെ പുറത്താക്കി ഈസ്റ്റ് ബംഗാൾ. നടപടി ISLലെ മോശം തുടക്കത്തിന് പിന്നാലെ. റിസർവ് ടീം പരിശീലകനായ ബിനോ ജോർജിന് പകരം ചുമതല. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഫ്രഞ്ച് താരം അന്റോയിൻ ഗ്രീസ്മാൻ. 33-ാം വയസ്സിലാണ് ഗ്രീസ്മാന്റെ അപ്രതീക്ഷിത വിരമിക്കൽ തീരുമാനം. 2014 ഫ്രഞ്ച് കുപ്പായത്തിൽ അരങ്ങേറിയ താരം 137 മത്സരങ്ങളിൽ നിന്നായി 44 ഗോളുകൾ നേടി. ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനായി പാകിസ്ഥാനിലേക്ക് പോകണോ എന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കുമെന്ന് BCCI വൈസ് പ്രസിഡന്റ് രാജേഷ് ശുക്ല. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് പാകിസ്ഥാൻ വേദിയാകുന്ന ചാമ്പ്യൻസ് ട്രോഫി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 27,000 റൺസ് തികച്ച വിരാട് കോഹ്ലി. നേട്ടം കൈവരിക്കുന്ന ആകെ 4ാമത്തെയും ഇന്ത്യൻ താരങ്ങളിൽ 2ാമനുമാണ് കോഹ്ലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 വിക്കറ്റ് നേട്ടത്തിലെത്തിയ രവീന്ദ്ര ജഡേജ. 3000 റൺസും 300 വിക്കറ്റും അതിവേഗത്തിൽ നേടുന്ന 2ാമത്തെ താരമെന്ന റെക്കോർഡാണ് ജഡേജ സ്വന്തമാക്കിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗ 50, 100, 150, 200, 250 റെക്കോർഡുകൾ ഇനി ടീം ഇന്ത്യക്ക് സ്വന്തം. വെറും 30.4 ഓവറിലാണ് ഇന്ത്യ 250 മറികടന്നത്. എറിക് ടെൻ ഹാഗിനെ നീക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതിയ പരിശീലകനെ നിയമിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ. ഇറ്റാലിയൻ മുൻ താരം സിമിയോഡി ഇൻസാഗി പരിശീലകൻ അയക്കുമെന്നാണ് വിവരം. അണ്ടർ ന്യൂസിലേക്ക് തിരികെ. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ.
നടൻ ജോജു ജോർജ് ആദ്യമായി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം പണിയിലെ ആദ്യത്തെ ലിറിക്കൽ ഗാനം പുറത്തിറങ്ങി. ആലാപനം വിഷ്ണു വിജയാണ്. ഒക്ടോബർ 17 പണി തിയേറ്ററുകളിൽ എത്തും. ആസിഫ് അലി നായകനാകുന്ന ചിത്രം രേഖാചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പുറത്തുവിട്ടു. ജോഫിൻ ടി ചാക്കോയാണ് സംവിധാനം. നവാഗതനായ ജെയിംസ് കാർത്തിക്കിനെ നായകനാക്കി ദുരൈ കെ മുരുകൻ സംവിധാനം ചെയ്യുന്ന സീരൻ എന്ന തമിഴ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. സോണിയ അഗർവാൾ, ആജീദ്, കൃഷാക്കുറുപ്പ്, ആടുകളം നരേൻ, അരുന്ധതി നായർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വൈറൽ ട്രെൻഡ്സ്. മകൾക്ക് സർപ്രൈസ് നൽകാൻ വഴിയരികിൽ കാത്തു നിൽക്കുന്ന അച്ഛനാണ് ഇപ്പോൾ താരം. വീഡിയോ കാണാം. മനോഹരമായ പാട്ടുമായി ഗായിക മൃദുല വാര്യരും മകളും നിരവധി പേരാണ് വീഡിയോ കണ്ടത്. ഇനി ഫാക്ട് ചെക്ക്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ മാസം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ചത്ത കന്നുകാലികൾ എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥത്തിൽ നൈജീരിയയിലെ കഡുന മാർക്കറ്റിൽ ചത്ത 100ഓളം കന്നുകാലികളുടെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. കോതമംഗലത്ത് മുൻഗണന വിഭാഗക്കാർക്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടത്താനുള്ള അവസാന തീയതി നാളെയാണ്. എല്ലാവരും അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് കോതമംഗലം താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. തൂണേരി സെക്ഷൻ, പുതുപ്പാടി സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം നാളെ നടക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷന്റെ ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. അവസാന തീയതി നാളെയാണ്. തിരുവനന്തപുരം കന്യാകുളങ്ങര ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ്, ഗണിതം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ക്രാത്തോൺ ചുഴലിക്കാറ്റ് നാളെ തൈവാനിൽ കരതൊടും. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ക്രാത്തോൺ നാളെ ഉച്ചയോടെ പ്രധാന തുറമുഖ നഗരമായ കയോസിംഗ്വിയിൽ എത്തുമെന്നും കിഴക്കൻ ചൈന കടലിലേക്ക് കടക്കുമെന്നും സെൻട്രൽ വെതർ അഡ്മിനിസ്ട്രേഷൻ. ഗിനിയിൽ ബസ് അപകടത്തിൽ 13 മരണം. മരിച്ചവരിൽ 6 കുട്ടികളും. ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് റിപ്പോർട്ടുകൾ. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ഭൂചലനം. 4.2 തീവ്രത രേഖപ്പെടുത്തി. ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.